Good morning, guys. വെൽക്കം ബാക്ക് ടു Channel. ചാനൽ. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യണത്. അപ്പം ലോങ് വീഡിയോ എന്തിടോന്നും പറഞ്ഞ് ഇങ്ങനെ ഒന്നിച്ചപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇവള് മാത്രം ഇന്ന് ദേവിട്ട് മാത്രം ഇന്ന് സ്കൂളിൽ പോകണുള്ളൂ. അപ്പുക്കുട്ടന് പാടില്ല, ഛർദിയും തലവേദനയും പല്ലുവേദനയുടെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. അപ്പം അത് കഴിയാണ്ട് അപ്പുക്കുട്ടൻ ക്ലാസ്സിൽ പോകത്തില്ല. അപ്പം ഇന്ന് ഞങ്ങളിത് ഈ കുട്ടീനെ ഒരുക്കി സ്കൂളിൽ പറഞ്ഞേക്കാൻ പോണം അല്ലേ? മടിയാണ് ഞാൻ, പക്ഷെ ഞാൻ തല്ലി പറഞ്ഞയക്കും. അല്ലേ, സമാധാനം വേണോ ഞങ്ങൾക്ക് അല്ലേ? ഞങ്ങൾക്കിത് സമാധാനം വേണം. അതാണ് ഈ കുട്ടീനെ ഞങ്ങൾ യാത്ര ആക്കി സ്കൂളിൽ പറഞ്ഞേക്കാൻ പോണം അല്ലേ? ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണ ഞങ്ങൾ യാത്ര ആക്കിയിട്ട് വരാം. ഞാനല്ലേ ചേട്ടൻ, ഇതല്ലേ ദേവത്തി. അതാണ് നീ. ചേച്ചിയല്ല. നിങ്ങൾക്ക് ഇതേപോലെ കുറിച്ചാണോ കമന്റി? ഞങ്ങൾക്ക് വേണ്ട, മതിയായി. അപ്പൊന്നും വേണ്ട, എനിക്ക് വന്ന് ജീവിച്ചാ ഞാൻ രണ്ടുപേരെയും ഗിവ് അവേയിൽ കൊടുക്കാം അയ്യോ അല്ലേ? അല്ല, മറ്റേ 200 സബ്സ്ക്രൈബേഴ്സ് ആയ അല്ലെ 500 സബ്സ്ക്രൈബേഴ്സ് ആയ അപ്പോഴും ഗിവ് അവേയിൽ അപ്പൂനെയും ദേവൂട്ടിനെയും കൊടുക്കണതാണ്. കണ്ണടക്ക് വേണ്ടവർ ഇപ്പൊ തന്നെ കമന്റ് ചെയ്ത് കൊടുക്കോ. എല്ലാ വീഡിയോയും കമന്റ് തന്നായിരിക്കും, അപ്പൊ ഗിവ് അവേയിൽ തരുന്നതായിരിക്കും അല്ലേ? അതെങ്ങനെയുണ്ടാവും? അടിപൊളി. ഇവളെ കൊണ്ടുവന്ന് ആക്കാൻ പോണേണ്. എവിടെയാ അവള്? എവിടെ എന്റെ തത്തമ്മ? തത്തമ്മേന്ന് വിളിക്കാനായിട്ട് പറഞ്ഞേക്കണം. നിങ്ങൾ എൻ്റെ മോളെ തത്തമ്മേന്ന് വിളിച്ചാൽ മതി. ഇനി തത്തമ്മനെ കൊണ്ടുവന്ന് ആക്കാൻ പോണേണ്. തത്തമ്മനെ കൊണ്ടുവന്ന് ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാനായിട്ട് അല്ലേ? വെറുതെ പറഞ്ഞാടി വേണേ പറയണ്ട, ഇങ്ങനെ മടിച്ച് പാർക്കളാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു രോഗിയുണ്ട്. ഇനി അപ്പുറത്തെ സെറ്റിൽ ഒരു രോഗിയുണ്ട്. മൊത്തം രോഗികളാണ് ഗൈസ്. പറയാനാണ് ഈശ്വരന്മാര് രോഗികളെ പരിചരിക്കില്ല എൻ്റെ പണിയിപ്പ. അപ്പുറം ഒരു ടി വി കണ്ട് കിടക്കണ ഒരു രോഗിയുണ്ട്, അപ്പുറം മൊബൈൽ കണ്ട് കിടക്കണേ ഇരുന്നു വീഡിയോ എടുക്കണാരം പൊതച്ചുകൂടി കിടക്കണേന്നൊക്കെ കണ്ണും കൂടെ തറയണില്ല. പനിയാണ്, ചുട്ട് പൊള്ളുന്ന പനിയല്ലേ. ഈ അടുത്ത രോഗി ഇതാണ്, സെറ്റീമ കിടക്കണം. ഒരാൾ കട്ടിലിമ, പിന്നെ ഒരാൾ സെറ്റീമ. എന്താണ് അസുഖം? വെറുതെ മടിയാണ്. അപ്പൊ മടിയാണ്. എൻ്റെ അടുത്ത രോഗിയാണ്, എൻ്റെ പരിചരിക്കാനുള്ള നെക്സ്റ്റ് പേഷ്യൻ്റാണിത്, എൻ്റെ അപ്പക്കുട്ടൻ. അപ്പം ഇന്ന് രോഗി പരിചരണമാണ്. അപ്പം അത് കാരണം ഇന്നലത്തെ ഉണ്ടായിരുന്ന രോഗിയുടെ പരിചരിക്കൽ കൂടുതൽ അയ്യോ ഗൈസ്, രോഗിയുടെ മേത്ത് ഫോൺ വീണു ഗൈസ്. അപ്പം ഞങ്ങള് ഇവിടെ ടി വി കണ്ട് കിടക്കണേണ് ഗൈസ് ഛർദിക്കാര്. അപ്പുക്കുട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പല്ല് പറിച്ചാറിനൊന്നും തിന്നാൻ പറ്റാത്ത കാരണം അപ്പോൾ കഞ്ഞിയാണ് കുടിക്കണം. എൻ്റെ മോരുകറി ഇത്രയും ടേസ്റ്റിൽ തിന്നൊരു വ്യക്തിൻ്റെ മോൻ മാത്രമാണ്. അവൻ തിന്നാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി മോരുകറി എടുത്തത്. ഞാൻ വെച്ച് മോരുകറി ഏതായാലും പറയണില്ല, വായിൽ വെക്കാൻ കൊള്ളത്തില്ല. ഇത് ഇങ്ങനെ വൃത്തിയിട്ട് മോരുകറി ഞാൻ ഉണ്ടാക്കണം അങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട്. കഴിഞ്ഞ ശബരിമല പോകുന്ന ടൈമിലേ എൻ്റെ അമ്മ വന്നപ്പോൾ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. മോരുകറി ഇങ്ങനെയാണല്ലോ ഏത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടെന്ന് വെച്ചാൽ എന്തുകൂടെ മോരുകറിയാണെന്ന് ഞാൻ റിയലൈസ് ചെയ്ത നിമിഷം ഇരുന്നത്. അപ്പോൾ ഓക്കെ, കഞ്ഞി കൊടുക്കട്ടെ. ഞങ്ങളത് കുറച്ച് സോപ്പ് ഓയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ കുറച്ച് ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് മടി പിടിച്ച് പിന്നെ ഈ ഡ്യൂട്ടി ആരുകൊണ്ടാണ് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടും ചെയ്തില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വെച്ചിരുന്ന് എന്നെ പാടില്ലെങ്കിലും ഞാനിരുത്തി ചെയ്യിപ്പിങ്ങനെയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടെ, ഇതൊക്കെ കാര്യം ചെയ്താലേ എനിക്കിത് സമാധാനമാവുള്ളൂ. അപ്പം അങ്ങനെ ഈ സോപ്പിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പാത്രം കഴിഞ്ഞായിട്ട് സോപ്പിൽ ഒട്ടുമില്ല. അതാണ് പിന്നെ പിടിച്ചിരുത്തി ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഇത് വാങ്ങിച്ചാണ് കളിക്കണം. നിങ്ങളെങ്ങനെയാണ് കളിക്കണം? അപ്പോൾ ഇതേ പേരടിച്ച് ഇതേ പണിയൊക്കെ വേഗം തീർക്കാനാണ്. തീർത്തിട്ട് വേണം കുറച്ച് മീൻ വെട്ടാനുണ്ട്.
ചാള വാങ്ങിച്ചായിരുന്നു, അത് വെട്ടണം. അപ്പം വേഗം ഇതൊക്കെ ചെയ്തിട്ട് വേണം അതിലിരിക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ കണ്ട ടി വിയിൽ ഈ നേരവും ഈ GT5 ആണ്. GT5ൻ്റെ ഗെയിമും കുറേ കാറുകളും. ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാവർക്കും അത് തന്നെ ആയിരിക്കുമല്ലോ, ഭയങ്കര ക്രൈസാണ് കാറിനോട്. കാർ ഈ നേരവും ടി വിയിൽ എന്തെന്നാ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കുള്ളൂ കാണുന്നത്. ഇവൻ്റെ കുറേ ഇതും ഇങ്ങനെ കണ്ടും കേട്ടും ഇങ്ങനെ നടപ്പാണ്. വേറെ ആർക്കും ടി വി കാണാൻ സമ്മതിക്കത്തില്ല. അവനിങ്ങനെ ഇത് തന്നെ. അതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ ചോദിച്ചിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കണം. രോഗിയാണല്ലോ, രോഗിനെ ഇപ്പോൾ പരിചരിക്കണമല്ലോ. അപ്പം അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് എടുക്കണുണ്ട്. നേരത്തെ ഞാൻ പറയാമായിരുന്നു പോയി എടുത്ത് കുടിയിടാന്ന്. അപ്പം അങ്ങനെ പറയാൻ പറ്റില്ല, പാവമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെടുത്ത് കൊടുക്കും. അങ്ങനെ ദേ പേരെയൊക്കെ അടിച്ച് കഴിഞ്ഞ് അടുത്ത പണിയിലോട്ട് കിടക്കണേണ്. അപ്പോൾ നല്ല ചാള കിട്ടിയിട്ടുണ്ട്, ചാള വെട്ടാൻ പോവാം. ഞങ്ങളിതേ അപ്പക്കൂട്ടനെ ട്യൂഷനാക്കാൻ പോണേണ്. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകണം. എന്ത് കളറിലെ ഡ്രസ്സാണ്? റെഡ് കളറിലെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോണേണ് കടയിലോട്ട്. അപ്പത്തേ ഞങ്ങൾ കടയിലോട്ട് പോണേണ്. ഇവനെ ട്യൂഷൻ ക്ലാസ്സിൽ ഇറക്കണം, എന്നിട്ട് വേണം. അങ്ങനെ സെലിബ്രേഷൻ ഡ്രസ്സ് വാങ്ങാനായിട്ട് വന്നേക്കണം. ആദ്യം കയറിയത് വിശാലിലാണ്. അപ്പോൾ അതേ അപ്പക്കുട്ടന് പറ്റിയ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേണ്. അങ്ങനെ 2-3 ഡ്രസ്സൊക്കെ നോക്കി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇതേ ഒരു റെഡ് ഡ്രസ്സ് കാരണം കിട്ടിയിട്ടുണ്ട്. അവിടെ കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് കളർ കുറവായിരുന്നു. റെഡ് തീമിൽ അങ്ങനെ അധികം ഡ്രസ്സും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കി ഒരു ഡ്രസ്സിൽ ഉറപ്പിച്ച്. അങ്ങനെ ഇതാണ് അപ്പക്കുട്ടനെടുത്ത ഡ്രസ്സ്. റെഡല്ല, ഒരു മെറൂൺ കളറ്. അതിൽ ഇപ്പം നമ്മൾ വേറെ വല്ലയിടത്തും പോകുമ്പോഴൊക്കെ ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ സെയിം കളറിൽ തന്നെ എടുത്തത്. സെയിം കളറല്ല, സെയിം ഡ്രസ്സ് തന്നെ എടുത്തുകൊണ്ട് വന്നേക്കണേണ്. ഇത് കാണാമെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ അതും വാങ്ങിച്ച് ഇറങ്ങി ദേവൂട്ട ഡ്രസ്സിന് കയറി. ആദ്യം ഒരു കടയിൽ കയറി കിട്ടിയില്ല, പിന്നെ ഒരു കടയിൽ കയറി, ഞാർക്കിലൊരു കടയിൽ കയറിയപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ അവിടെ നല്ല കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ നെടുങ്ങാട് ഞാർക്കൽ റോഡ്, ഹെർബർട്ട് വാൾട്ടൻ്റെ റോഡ്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.